കർത്താവിന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ പ്രസിദ്ധനും ലോകവ്യാപകമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിനദാസൻ പാസ്റ്റർ ജോസഫ് ദാസനോടുകൂടെ സദാശുശ്രൂഷകരായിരിക്കുന്ന യുവദാസന്മാരെ, ദാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ, ഇപ്പോൾ ദൈവസ്ഥനായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഹൃദയമായ വന്ദനം അറിയുന്നു. ഇപ്രകാരം ഒരവസരം ലഭിച്ചത് ഭാഗ്യമായി ഞാൻ കരുതുന്നു. സ്തോത്രം. എൻ്റെ മൂത്ത മകനും കുടുംബവും ഷാർജയിൽ താമസിക്കുന്നു. അതിലുള്ള ബന്ധത്തിൽ 2 മാസമായി ഞാൻ ഇവിടെയായിരിക്കുന്നു. പല സഭകളിൽ, പല മീറ്റിങ്ങുകളിൽ സംബന്ധിപ്പാൻ, ദൈവത്തിനെ ശുശ്രൂഷിക്കുവാനൊക്കെ ദൈവം അവസരം തന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഞാൻ IPCയിലെ ഒരു സീനിയർ ശുശ്രൂഷകനാണ്. എന്റെ മുൻപിൽ പരിമിതമായ സമയമുള്ളത് കൊണ്ട് ഞാൻ ദീർഘമാകാനില്ല. ഈ സഭയിലെ അംഗമായിരിക്കുന്ന തൊടുപുഴ മുട്ടം ചള്ളാവഴി സ്വദേശിയായിരിക്കും ജോയി തോമസും കുടുംബവും ഇവിടെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഉയർത്തി കാണിക്കാവോ? ഉണ്ടോ? സ്തോത്രം. ഞാൻ വേലികാവിൽ ശുശ്രൂഷിക്കുമ്പോൾ PIP പ്രസിഡന്റായിരിക്കുമ്പോൾ അദ്ദേഹം PIP പ്രസിഡന്റ് ആയിരുന്നു. അതുമുതൽ ഞങ്ങൾ വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളായി ഇരുന്നു. 2008 ഞാൻ ഈ ഷാർജയിൽ വന്നപ്പോൾ അദ്ദേഹം എന്നെ എല്ലാവരും സന്ദർശിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് സന്നിധിക്കുകയും ചെയ്തു വന്നു. ഈ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ വന്ന് നിറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി സത്കരിക്കുകയും നന്മയൊക്കെ കാണിച്ചു. നന്മയാണ് തായ്പ കാണിക്കാനും മറക്കരുത് എന്ന് പറയുന്ന പോലെ അദ്ദേഹം കാര്യം മറന്നില്ല. ആശ്രയും കുടുംബത്തെ തലമുറകളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ മാവേലിക്കര ഡിസ്ട്രിക്റ്റിലെ പുന്നമൂട് സഭയിൽ ശുശ്രൂഷിക്കുന്ന ജയഫിലിപ്പ് പാസ്റ്ററുടെ മകൻ ഇവിടെയുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ആ പ്രിയ സഹോദരനെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് വലിയ സമയം ദൈവമായ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എന്റെ പേര് പാസ്റ്റർ രാജു എന്നാണ്. 40ഓളം വർഷമായി IPCയിലെ വിവിധ സഭകളിൽ, വലിയ സഭകളിലും ചെറിയ സഭകളിലും ഒക്കെ ശുശ്രൂഷിച്ചു വരുന്നു. ഇപ്പോൾ മാവേലിക്കര സെൻട്രലിലെ മാവേലിക്കര ടൗണില് ചെറിയ പ്രവർത്തനമുണ്ട്. അവിടെ പ്രവർത്തിച്ചു വരുന്നു. എന്റെ സ്വദേശം ആലപ്പുഴ ജില്ലയിൽ കായംകുളം എന്ന എന്റെ സഹോദരങ്ങളാണ് പാസ്റ്റർ മോനച്ചൻ, പാസ്റ്റർ ജോർജ് മോനച്ചൻ. കർത്താവിന്റെ സ്തോത്രം. എനിക്കൊരു ടീമുണ്ട്, ഇന്ത്യ ഹോസ്പിറ്റൽ ടീമുണ്ട്. 82 രൂപീകൃത മകനാണ്. അത് വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയെ സുവിശേഷീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ വലിയ പ്രതിസന്ധി, പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സുവിശേഷ വിരോധികൾ ദൈവദാസന്മാരെ ക്രൂരമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ബോർഡ് മെമ്പറായി പ്രസിഡന്റായുള്ള പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏകദേശം പ്രവർത്തന മൂലമായി 10-20ഓളം തുകകൾ എല്ലാം തന്നെ IPCയോട് ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ദീർഘമാക്കുന്നില്ല. ഒരു വേറെ ഭാഗം വായിച്ച് എന്നോട് പറഞ്ഞ സമയത്തിന് 2 മിനിറ്റ് മുൻപ് ഞാൻ അവസാനിപ്പിക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. മതി. നമുക്ക് വളരെ പരിചയമുള്ള തിരുവചന ഭാഗമാണ് നമ്മുടെ വായിച്ചു കേട്ടോ. വളരെ ആഴമായി ചരിത്ര പശ്ചാത്തലങ്ങളോ ആഴത്തിലേക്കൊന്നും ഇറങ്ങിപ്പോകാൻ നമുക്ക് സമയമില്ല. അപ്പോസ്തലനായ യോഹന്നാൻ യേശുവിന്റെ സാക്ഷ്യവും ദൈവോധനം നിമിത്തം പത്മോസ് ദ്വീപിലായിരിക്കുമ്പോൾ ആരാധിക്കുവാൻ മുഴങ്കാല് മടക്കി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആത്മനിറവിലായി. ആ സമയത്ത് തിരസ്കരിക്കപ്പെട്ട ദൈവപുത്രനായ യേശു അവിടേക്ക് ഇറങ്ങി വന്നിട്ട് യോഹന്നാനോട് പറയുന്നു, യോഹന്നാനെ, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഉണ്ട്. താക്കോൽ അധികാരത്തെ കാണിക്കുന്നു. യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകനായ യെശയ്യാവ്
22:22 എഴുതി വെച്ചു, ഞാൻ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കയില്ല. കർത്താവിന്റെ സ്തോത്രം. താക്കോൽ അധികാരത്തെ കാണിക്കുമ്പോൾ തോൾ ശക്തിയെ കാണിക്കുന്നു. ഈ വൈകിയ സമയത്ത്, ഈ സന്ധ്യാസമയത്ത് യേശു ക്രിസ്തുവിന്റെ ശക്തിയെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും ഓർപ്പിക്കണമെങ്കിൽ ദീർഘമണിക്കൂറുകൾ എനിക്ക് ആവശ്യമുണ്ട്. എന്നാൽ ഞാൻ വളരെ പരിമിതമായ വാക്കുകൾ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഈ വൈകിയ സമയം ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, എത്ര പേർക്ക് ഉറപ്പുണ്ട് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്? നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി ഗോഡ്സെയുടെ വെടിയേറ്റ് പിഴഞ്ഞു വീണ് മരിച്ചു. ആ മഹാത്മാവിന്റെ ദേഹവിയോഗത്തിൽ ഇന്ത്യയിലുള്ള സകല ആളുകളും കണ്ണീരൊഴുകി. ലോകം മുഴുവൻ ആ മഹാത്മാവിന്റെ വേർപാട് ദുഃഖിച്ചു. അങ്ങനെ സകല വിരോധികളോടും കൂടെ മഹാത്മാഗാന്ധിയെ ഡൽഹിയിലെ രാജ്ഘട്ടിലാക്കി. 3-ാം ദിവസം അന്നത്തെ മഹാരാഷ്ട്ര ഗവർണറായിരുന്ന സരോജിനി നായിഡു ട്രെയിൻ മാർഗം ഡൽഹി ഇറങ്ങി അവിടെ നിന്ന് കാർ മാർഗം മഹാത്മാഗാന്ധിയുടെ ശവപ്പെട്ടിടത്തിലേക്ക് ചെന്നു. അവിടെ ചെന്ന് നിന്നുകൊണ്ട് വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, ശ്രീ യേശു ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വന്നു, അങ്ങ് ഉയർത്തെഴുന്നേറ്റ് വന്നാലുമെന്ന് വിളിച്ചു പറഞ്ഞു. എന്നാൽ ആ കല്ലറ ഇന്നും അടഞ്ഞു കിടക്കുന്നു. ആ കല്ലറയിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. ആ മഹത് വനിത ദുഃഖത്തോട് മടങ്ങിപ്പോയി. കർത്താവിന്റെ സ്തോത്രം. ഇന്നും അനേകം നേതാക്കന്മാരുടെ ശവക്കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ, നാം ആരാധിക്കുന്ന കർത്താവ്. ലോകത്തിന്റെ മധ്യസ്ഥലമായ പലസ്തീനിൽ ഒരേ ഒരു കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. അതാരുടെ കല്ലറയാണ് നാം ഇന്ന് പകൽ ആരാധിക്കുന്ന യേശുവിന്റെ കല്ലറ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് 40 ദിവസത്തോളം തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായിക്കൊണ്ടിരുന്നു. 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്യുവാൻ പോകുമ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി എന്റെ ശിഷ്യരാക്കിക്കൊള്ളുകയും. അടുത്തത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസത്തിൽ അനുഗ്രഹിക്കട്ടെ, സ്തുതിക്കട്ടെ. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് മാത്രമാണ്. യേശു ആ ലോകത്തിലായിരുന്നപ്പോൾ താൻ അധികാരത്തോടെയാണ് സംസാരിച്ചത്, അധികാരത്തോടെയാണ് പ്രവർത്തിച്ചത്. പല വിഷയങ്ങൾ എനിക്ക് ഓർപ്പിക്കാറുണ്ടെങ്കിലും സമയം പോകുന്നത് കൊണ്ട് ഞാൻ വളരെ മുമ്പോട്ട് വരട്ടെ. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യേശു കപടഭൂമിയിലുണ്ടെന്നറിഞ്ഞ് വളരെ പുരുഷാരോടെ പിന്നിൽ കൂടി വന്നു. അങ്ങനെ യേശു അവിടെ ഉണ്ടെന്നറിഞ്ഞ് ഒരു പക്ഷപാതക്കാരനെ 4 പേര് ചേർന്ന് അവിടെ കൊണ്ടുവന്നു. യേശുവിന്റെ അടുക്കൽ ഇളക്കുവാൻ കഴിയാതെ വന്നപ്പോൾ വീടിന്റെ മേൽക്കൂര പൊളിച്ച് യേശുവിന്റെ അടുക്കിലേക്ക് ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു ഇങ്ങനെ പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ അവയിൽ ആളുകൾ ചിന്തിച്ചു, ഇവര് പാപമോചനം കൊടുക്കുവാൻ അധികാരം കൊടുത്തു? അവരുടെ നിരൂപണം യേശു പറഞ്ഞു. യേശു പറഞ്ഞിട്ട് പറഞ്ഞു, ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യരോട് പറഞ്ഞു, നീ ഇത്രയും നാൾ രോഗിയായി കിടന്ന ആ കിണറ്റിയെടുത്ത് നീ വീട്ടിലേക്ക് പോകാ എന്ന് പറഞ്ഞു. അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ കിടക്കയിൽ ചാടി എഴുന്നേറ്റു. അവൻ കിടക്കിയെടുത്തുകൊണ്ട് നടന്നു പോകുവാനായി. ഇങ്ങനെ സൗഖ്യമാക്കുവാൻ, പാപമോചനം കൊടുക്കുവാൻ, വിടുതൽ കൊടുക്കുവാൻ അധികാരം കൊടുത്ത ദൈവത്തെ അവിടെ നിന്ന് മഹത്വപ്പെടുത്തുവാനിടയായി. ഇന്ന് പകൽക്കായി വൈകിയ സമയം ദൈവസ്ഥലിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരായി ദൈവത്തിലുണ്ടെങ്കിൽ മകൾക്കാൽ ഈ വൈകിയ സമയം നിങ്ങളുടെ പാപങ്ങളെ മോചിച്ച് നിങ്ങളെ ദൈവമക്കളാക്കി അയക്കുവാൻ
കർത്താവിന് അധികാരമുണ്ട്. നിങ്ങൾ രോഗികളായി വന്നിട്ടുണ്ടെങ്കിൽ ഈ വൈകിയ സമയം നിങ്ങളെ സൗഖ്യമാക്കി അയക്കുവാൻ എന്റെ ദൈവം മതിയായവരായ ദൈവമാണ്. യേശു ലോകത്തിലായിരുന്നപ്പോൾ 70 പേരെ കർത്താവ് വിളിച്ചിട്ട് ഇങ്ങണ്ടായി ഇതാ ഗ്രാമങ്ങളിലേക്ക് അയച്ചു. അവയെ പോയി പ്രവർത്തിച്ച് മടങ്ങി വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. യേശുവിനോട് പറഞ്ഞു, നിങ്ങൾ പോകുന്ന സമയത്ത് തന്നെ സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവൻ നിങ്ങൾക്കൊരു ദോഷവും ചെയ്യാതിരിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നൊരു കർത്താവ് ഇങ്ങനെ പറഞ്ഞു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അവൻ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും ചെയ്യുകയില്ല. ഭൂതങ്ങൾ നിങ്ങൾ കീഴടങ്ങല്ല. നിങ്ങളുടെ പേര് സ്വർഗത്തിലിരിക്കുന്നവരുടെ സന്തോഷിപ്പീൻ എന്ന് യേശു അവരോട് പറഞ്ഞു. ഇന്ന് പകൽ ഈ വലിയ സമയം ദൈവസഭയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നമ്മുടെ കർത്താവ് സ്വർഗത്തിലും ഭൂമിയിലും സകലത്തിന്റെ പേരും അധികാരമുള്ളവരാണ്. വിശ്വസിക്കുന്ന പേരുണ്ട്. അവരുടെ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ഭാരങ്ങളെ മാറ്റുവാൻ, നിന്റെ വേദനകളെ മാറ്റുവാൻ, നിന്റെ ബുദ്ധിമുട്ടുകളെ മാറ്റുവാൻ, നിന്റെ രോഗത്തിൽ സൗഖ്യം തരുവാൻ എന്റെ കർത്താവ് ഇന്ന് വൈകിയ സമയം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ കർത്താവ് അധികാരമുള്ളവരും സർവശക്തനുമാണ്. 147-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അതിനകത്ത് വായിച്ചു, നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാണ്, അവന്റെ വിവേകത്തിന് അന്തമില്ല. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ താഴ്ചയുള്ളവരെ ഉയർത്തുന്നു, ദുഷ്ടന്മാരെ നിരത്തോളം താഴ്ത്തുന്നു. അതിന് മുകളിലത്തെ വാക്യം, പണം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന സർവശക്തിയുടെ സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ ഈ വലിയ സമയം ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര സന്തോഷമുണ്ട്. സന്തോഷത്തെ സ്തുതിക്കട്ടെ. യേശു അധികാരമുള്ളവനായിരുന്നു. എന്താ പ്രവാചകൻ പറഞ്ഞത്? ഞാൻ ദാവീദിന്റെ ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. സമയം പോലല്ലോ, ഞാൻ വളരെ അവസാനിപ്പിക്കട്ടെ. നോഹിയുടെ കാലത്ത് ഒരു വലിയ ജലപ്രളയം വരുവാൻ പോകുന്നുവെന്നുള്ള ദൂത് നോഹയോട് ദൈവം സംസാരിച്ചു. നോഹ ചെവി കൊണ്ട് കേട്ടു, ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. ഇതാ അവന്റെ വീട്ടിൽ വലിയ പെട്ടകം പണി നടക്കുകയാണ്. നോഹ പ്രസംഗിക്കാൻ തുടങ്ങി, ജലപ്രളയത്താൽ ഭൂമി നശിപ്പിക്കുവാൻ പോകുന്നു. അങ്ങനെ പെട്ടകം പണി പൂർത്തിയായി. ഇതാ നോഹയോടും കുടുംബത്തോടും ദൈവം പറഞ്ഞു, നീ നിന്റെ കുടുംബവും നിന്റെ മക്കളും കുടുംബവും, അങ്ങനെ ചില വ്യവസ്ഥകളൊക്കെ ദൈവം പറഞ്ഞു, ഇതെല്ലാം പെട്ടകത്തിൽ പ്രവേശിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ ദൈവം പെട്ടകത്തിന്റെ വാതിലടച്ചു. ഇതാ മഴ പെയ്യാൻ തുടങ്ങി, വെള്ളം വീഴുവാൻ തുടങ്ങി. പെട്ടകം വെള്ളത്തിന്റെ മുകളിൽ ഉയർന്നു വരുമ്പോൾ ഇതാ ആളുകൾ ഓടിച്ചെന്നു, നോഹയെ പറ്റാ തുറക്കണേ 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 എന്ന് പറഞ്ഞപ്പോൾ അകത്തൊരു ശബ്ദം, ഞാനല്ല അടച്ചത്, ദൈവമാണ് അടച്ചത്. ദൈവം അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയില്ല, എന്നാൽ ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-8 വാക്യങ്ങളോട് വളരെ വേഗത്തിൽ വായിച്ച് ഞാൻ വളരെ വേഗത്തിൽ ഇവിടെ അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഫിലദെൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, ദാവീദിന്റെ താക്കോലുള്ളവനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്ന ഇന്ന് വൈകിയ സമയം ഇവിടെ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിന്റെ പ്രവൃത്തി അറിയുന്ന ഒരുവരുണ്ട്. നിന്റെ പ്രവൃത്തി നീ കർത്താവിന് വേണ്ടി ചെയ്യുന്നത്, ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്, ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നത്, നിന്റെ പ്രവൃത്തി അറിയുന്നവരായ ദൈവമുണ്ട്.
ഈ വൈകിയ സമയം നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതാരാണ്? സകലത്തിന്റെ മേലും അധികാരമുള്ള സർവശക്തനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ വൈകിയ സമയം നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നുകൊണ്ടിരിക്കുകയാണ്. ശത്രു അടച്ചു വച്ച വഴികള്, ശത്രു അവതരിച്ചുകൊണ്ട് പോയ നന്മകള്, ശത്രു തടസ്സപ്പെടുത്തിയ ആ നന്മകള് ഈ വലിയ സമയം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതല് എപ്പോഴും വിശ്വാസമുണ്ട്. വിശ്വാസമുള്ളവർ ദൈവത്തെ സ്തുതിക്കട്ടെ. നിനക്ക് വേണ്ടി വലിയ സമയം ഒരു വഴി തുറക്കുവാൻ, ഒരു വാതിൽ തുറക്കുവാൻ എന്റെ ദൈവം മതിയായവനായ ദൈവമാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇതൊക്കെ പറയുമ്പോ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളും ദൈവപ്രവൃത്തിയെ കുറിച്ചൊക്കെ പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്നാൽ എന്റെ മുൻപിൽ സമയത്തിന് പരിമിതിയുണ്ട്. താവിന്റെ തോട്ടം ഞാൻ വളരെ വേഗത്തിൽ മുൻപോട്ട് വരട്ടെ. യെശയ്യാപ്രവചനം 60-ാം അധ്യായം 11-ാം വാക്യം വളരെ വേഗത്തിൽ വായിച്ച്. യെശയ്യാപ്രവചനം 60-11. യാതികളുടെ സമ്പത്തിനെയും യാത്രാ സംഘത്തിലുള്ള രാജാക്കന്മാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് വാതിലുകൾ യാവും പകലും അടയ്ക്കപ്പെടാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യാവും പകലും തുറന്നു വെക്കുന്ന ഒരു വാതിൽ, അടയ്ക്കപ്പെടാത്തൊരു വാതിൽ ദൈവത്തിന്റെ പൈതല് നിന്റെ കുടുംബത്തിന് മാത്രമല്ല നിന്റെ തലമുറയ്ക്ക് തലമുറയായി പ്രൈസ് ദി ലോർഡ് വാതിൽ തുറന്നു തരുവാൻ എന്റെ ദൈവം മതിയായവനായ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രവർത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അവർ 1-ാം കാവലിൽ കടന്നു, 2-ാമത്തേതും കടന്നു. പട്ടണത്തിലേക്ക് പോകുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി അതവർക്ക് സ്വതവേ തുറന്നു. മതി. പ്രൈസ് ദി ലോർഡ്. അവർ 1-ാം കാവലിൽ കടന്നു, 2-ാമത്തേതും കടന്നു. പട്ടണത്തിലേക്ക് പോകുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അവിടെ എത്തിയപ്പോൾ അവർക്കത് സ്വതവേ തുറന്നു. 12-ാം അധ്യായത്തിൽ വായിക്കുന്നത് യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. യഹൂദന്മാർ പ്രസാദമായി എന്ന് കണ്ട് പത്രോസിനെയും കൊല്ലുവാൻ തടവിലാക്കി. പ്രൈസ് ദി ലോർഡ്. ശക്തിയോട് പ്രാർത്ഥിക്കുന്ന ഒരു സഭ, കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ഒരു സഭ. ദൈവത്തിന് മൗനമായിരിക്കാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ദൂതനെ രാത്രി അവിടെ കഴിച്ചു. ദൂതൻ ഇറങ്ങി വന്നു. ഇതാ നന്നായി ചേർന്ന് 4 കൂട്ടം കാവൽ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ വാതിൽക്കൽ കാവൽക്കാര്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇതാ പത്രോസ് ഉറങ്ങി ഇരിക്കുമ്പോൾ ദൂതൻ വന്ന് തട്ടി എഴുന്നേൽക്കാം എന്ന് പറഞ്ഞു. നിന്റെ കാലിൽ ചെരിപ്പിടാൻ പറഞ്ഞു, അരകെട്ടാൻ പറഞ്ഞിട്ട് പിന്നാലെ വരാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആണ് അവിടെ വായിക്കുന്നത്. പത്രോസ് ഒരു ദർശനം കാണുമെന്ന് വിചാരിച്ചു. ഇന്ന് പകൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ ദർശനമല്ല ഒരു യാഥാർത്ഥ്യം കാണാൻ പോകുകയാണ്. നാളുകളായി പോഷിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, ആരും അറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മുൻപിൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുന്നുവെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. 1-ാം കാവലും കടന്നു, 2-ാമത്തേതും കടന്നു. പട്ടണത്തിലേക്ക് പോകുന്ന ഇരുമ്പുവാതിലെത്തിയപ്പോൾ അവർക്ക് സ്വതവേ തുറന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്വതവേ തുറക്കുവാൻ ശക്തിയുള്ളവന്റെ സന്നിധിയിലാണ് നാം ഇന്ന് പകലായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. തുറക്കൊണ്ട് ശ്വാസം എത്ര പേരുണ്ട്? ശക്തിയോടെ ദൈവത്തെ ആരാധിക്കട്ടെ, ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രു നമ്മുടെ നന്മയെ തടയും കേട്ടോ. ശത്രു നമ്മുടെ വഴികളെ അടയ്ക്കും കേട്ടോ. നമ്മുടെ തലമുറയുടെ ഭാവിയെ ശത്രു കെട്ടും. എന്നാൽ ദൈവവേദനയെ നീ ഉപവസിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ കരയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാനേ, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു.
മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. ഒരു വാക്കുകൾ പറഞ്ഞ് വളരെ വേഗം അവസാനിപ്പിക്കാം. മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, കത്തോലിക്ക സമൂഹത്തിലെ ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹം ദീർഘവർഷങ്ങൾ പുരോഹിതനായി സേവനമനുഷ്ഠിച്ചു. ദൈവവചനം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വിശ്വാസത്താലാണ് നീതീകരണം. അദ്ദേഹം യേശുരക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ മനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ കത്തോലിക്ക സമൂഹം ചെയ്യുന്നതെല്ലാം കർമ്മമാർഗമാണെന്ന് മനസ്സിലാക്കി. ഏകദേശം 92 കൂട്ടം കാര്യങ്ങൾ വിറ്റൻ അദ്ദേഹം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന വിറ്റൻബർഗ് പള്ളിയുടെ മതിലിൽ എഴുതി പതിപ്പിച്ചിട്ട് ഉപ്പായി ഊരിക്കൊണ്ട് കൊടുത്ത അദ്ദേഹം വീട്ടിലേക്ക് പോയി. തുടർന്ന് അദ്ദേഹം വിവാഹിതനായി തീർന്നു. അങ്ങനെ വളരെ പ്രതികൂലങ്ങൾ, വളരെ പ്രശ്നന്റെ ജീവിതത്തിൽ അലടിച്ചു. ഒരു ദിവസം അദ്ദേഹം വീട്ടില് കട്ടിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ആ റൂമിലേക്ക് വന്നപ്പോൾ അദ്ദേഹം വളരെ വിശന്നനായി പാനത്തോട് കിടക്കുന്നതായി ആ സഹോദരിക്ക് മനസ്സിലായി. അവര് മറ്റേ റൂമിലേക്ക് പോയി ഒരു കറുത്ത ബോട്ടിൽ കൊണ്ടുവന്ന് മാർട്ടിൻ ലൂതറിനെ വിളിച്ചു. അദ്ദേഹം കണ്ടു നോക്കിയപ്പോൾ ഒരു കറുത്ത ബോട്ടിട്ടിരിക്കുന്നു. ആ രാജ്യത്ത് കറുത്ത ബോട്ടിടുന്നത് ആരെങ്കിലും മരിക്കുമ്പോഴാണ്. അദ്ദേഹം ചോദിച്ചു, ആരാ മരിച്ചത്? ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, യേശു മരിച്ചുപോയി, യേശു മരിച്ചുപോയി, യേശു മരിച്ചുപോയി. യേശു മരിച്ചെന്നോ? യേശു മരിച്ചു. അദ്ദേഹം പറഞ്ഞു, ചാടി എഴുതി പറഞ്ഞില്ല, യേശു മരിക്കയില്ല. ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, യേശു മരിച്ചില്ലെങ്കിൽ ഉയർത്തലേറ്റവനാണെങ്കിൽ നീ എന്തിനാ ഇത്ര ഭാരത്തോടെ നടക്കുന്നത്? ലോകം മുഴുവൻ നിനക്കെതിരെ വരട്ടെ, നിനക്ക് പ്രതികൂലമാകട്ടെ, പ്രശ്നമാകട്ടെ, ഭാരപ്പെടണ്ട. യേശു ഉയർത്തെഴുന്നേറ്റു. ആ കാരണമാണ് മാർട്ടിൻ ലൂതറിനെ മെതോഡിസ്റ്റ് സഭയുടെ സ്ഥാപകനാക്കി തീർക്കുവാൻ ഇടയാക്കി തീർക്കുന്നത്. ഇതിനുള്ള കുത്തിനൂലുകൾ എനിക്ക് അതിനോട് പങ്കുവയ്ക്കുവാനുള്ള സമയം അവസാനിച്ചു. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. കർത്താവിനെ സ്തോത്രം. ദൈവമക്കളെ, നാം ആരാധിക്കുന്ന കർത്താവ് ജീവിക്കുന്നു. പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, രോഗികളായി കടന്നുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, മനോഭാരത്താൽ ഭാരപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, ജോലിയില്ലാതെ വിഷുദ്ധ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്വന്തമായി ഭവനമില്ലാതെ നാടുകളായി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി വൈകിയ സമയം വാതിൽ തുറക്കുവാൻ ഹല്ലേലൂയ, എന്റെ കർത്താവ് മതിയായവനാണ്, എന്റെ ദൈവം മതിയായവനാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ശക്തിയോടെ 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 ഓടാവോ ശബ്ദനാദന ദീവാനാദന ദിഗനാസക്തനാദന ദീവാനദന ഭക്തന. ഇന്ന് ചില വഴികൾ തുറക്കപ്പെടുകയാണ്, ചില വഴികൾ തുറക്കപ്പെടുകയാണ്. ഓ ഹല്ലേലൂയ, അത്രയായ ശക്തി തകർന്നു മാറുകയാണ്. എല്ലാവരും